അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുറാഖ, താങ്കളെ അമീറുൽ മുഅ്മിനീൻ വിളിക്കുന്നു. എത്രയും വേഗം ചെല്ലാൻ പറഞ്ഞു. എല്ലാവരും താങ്കളെ പ്രതീക്ഷിച്ചിരിപ്പാണ്. ഖലീഫയെ ദൂതൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞൊപ്പിച്ചു. എന്നെയോ? ഖലീഫയോ? എന്തിന്? സുറാഖ ഭരിയോടെ ചോദിച്ചു. അതൊന്നും എനിക്കറിയില്ല. മുസ്ലിം സൈന്യം സീസറിന്റെ സാമ്രാജ്യം കീഴടക്കി ധാരാളം സമ്പത്തുമായി വന്നിട്ടുണ്ട്. താങ്കളോട് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാനാണ് അമീറുൽ മുഅ്മിനീന്റെ കൽപ്പന. ഇത്രയും പറഞ്ഞ് ദൂതൻ തിരിച്ചുപോയി. സുറാഖ പെട്ടെന്ന് തന്നെ തന്റെ ഈത്തപ്പനത്തോട്ടത്തിൽ നിന്നും ഇറങ്ങി നേരെ മസ്ജിദ് നബിയിലേക്ക് തിരിച്ചു. എന്നാലും എന്തിനായിരിക്കും ഖലീഫ തന്നെ വിളിച്ചിട്ടുണ്ടാകുക? സീസറിന്റെ സാമ്രാജ്യം കീഴടക്കി എന്നാണ് കേട്ടത്. ഇത്രയും തിരക്കിനിടയിൽ ഖലീഫക്ക് എന്താണ് തന്നെ കൊണ്ടാവശ്യം? ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് പള്ളിയിൽ പ്രവേശിച്ച് സുറാഖ ഞെട്ടി. എല്ലാവരും തന്നെയാണ് നോക്കുന്നത്. കുറെ നേരമായി അവിടെയുള്ളവരെല്ലാം തന്നെ കാത്തിരിക്കാന്ന് സുറാഖ ഉറപ്പിച്ചു. സുറാഖയെ കണ്ട ഖലീഫ അദ്ദേഹത്തെ തന്റെ അടുത്തേക്ക് വിളിപ്പിച്ചു. തികഞ്ഞ ഭീതിയോടെ സുറാഖ ഖലീഫയുടെ അടുക്കൽ ചെന്ന് നിന്നു. താങ്കളെ വിളിപ്പിച്ചെന്തിനാണെന്ന് അറിയാമോ? ഖലീഫ ചോദിച്ചു. ഇല്ല. ജിജ്ഞാസോടെ സുറാഖ എല്ലാവരെയും നോക്കി. വർഷങ്ങൾക്ക് മുമ്പ് ഗുഹാമുഖത്ത് വെച്ചിരുന്ന സംഭവം താങ്കൾ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? സുറാഖ ഞെട്ടു. സീസറിന്റെ വളകൾ, നബി തങ്ങളുടെ വാഗ്ദാനം. സുറാഖയുടെ മനസ്സ് വർഷങ്ങൾ പിന്നോട്ട് പോയി. മുഹമ്മദിനെ പിടിച്ചു കൊണ്ടുവരുന്നവർക്ക് 100 ഒട്ടകങ്ങൾ പ്രതിഫലമായി ലഭിക്കുന്നതാണ്. ഖുറൈശി പ്രമുഖർ ഇനാം പ്രഖ്യാപിച്ചു. പ്രഖ്യാപനം കേട്ട മക്കക്കാരുടെ മനസ്സുകളിലെല്ലാം മോഹമുദിച്ചു. ഈ ചിന്ത സുറാഖയെയും ആവേശഭരിതനാക്കി. അദ്ദേഹം തന്റെ ഏറ്റവും വേഗതയുള്ള കുതിരയുടെ പുറത്തു കയറി നവാബും കയ്യിൽ പ്രവാചകനെ തേടി ഇറങ്ങി. സുറാഖ മരുഭൂമിയിലൂടെ തന്റെ കുതിരയെ അതിവേഗം ഓടിച്ചു. കുന്നും കുഴിയും താണ്ടി കടന്നു. എല്ലാ ഭാഗങ്ങളിലൂടെയും ചുറ്റിക്കറങ്ങി. എവിടെയും പ്രവാചകനെയും സിദ്ദീഖിനെയും കാണാനില്ല. പെട്ടെന്നാണ് സുറാഖ കണ്ടത്. ദൂരെ പർവ്വതത്തിന്റെ അരികിൽ 2 ആൾരൂപങ്ങൾ. സുറാഖ സൂക്ഷിച്ചു നോക്കി. അതവർ തന്നെ പ്രവാചകനെയും സുഹൃത്ത് അബൂബക്കറിനെയും സുറാഖ ദൂരെ നിന്ന് തന്നെ തിരിച്ചറിഞ്ഞു. അയാൾ തന്റെ കുതിരയുടെ കടിഞ്ഞാണ് ആഞ്ഞു വലിച്ചു. കുതിര ആ 2 ആളുകൾക്ക് നേരെ കുതിച്ചു വാഞ്ഞു. പെട്ടെന്നാണ് തന്റെ കുതിരയുടെ വേഗത കുറയുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നിയത്. ഈ കുതിരക്ക് ഇതെന്ത് പറ്റി? സുറാഖ ചിന്തിച്ചു തീർന്നില്ല. അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ കുതിര തളർന്നു നിലം പറ്റിച്ചിരിക്കുന്നു. അതിനെ എഴുന്നേൽപ്പിക്കാൻ സുറാഖ ഏറെ നേരം ശ്രമിച്ചു നോക്കി. പക്ഷെ ഒരു ഫലവും ഉണ്ടായില്ല. അപ്പോഴാണ് അദ്ദേഹം പ്രവാചകനെ നോക്കുന്നത്. പ്രവാചകന്റെ മട്ടും പാവം കണ്ടപ്പോൾ ഇത് ദൈവത്തിന്റെ ഭാഗത്തു നിന്നുള്ളതാണ് സുറാഖ മനസ്സിലായി. അദ്ദേഹം പ്രവാചകനെ നോക്കി കേണപേക്ഷിച്ചു. ഇത് കേട്ടപ്പോൾ പ്രവാചകന്റെ മനസ്സലിഞ്ഞു. തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു. തളർന്നു കിടന്നിരുന്ന കുതിര നിമിഷങ്ങൾക്കകം എഴുന്നേറ്റ് നടന്നു. സുറാഖ അപമാന ഭാരത്താൽ പ്രവാചകനെയും സിദ്ദീഖിനെയും വിട്ട് തിരിച്ചു നടന്നു. ഹേ സുറാഖ! പ്രവാചകന്റെ ശബ്ദം. സുറാഖ തിരിഞ്ഞു നോക്കി. സീസറിന്റെ വളകൾ നിനക്ക് ലഭിച്ചാൽ എങ്ങനെയിരിക്കും? പ്രവാചകൻ ചോദിച്ചു. സുറാഖ പ്രവാചകനെ ഒന്ന് നോക്കി. ആരാരും സാധ്യതയില്ലാത്ത ആട്ടി ഒഴിക്കപ്പെട്ട മുഹമ്മദ് ആണോ എനിക്ക് സീസർ ചക്രവർത്തി വളകൾ വാഗ്ദാനം ചെയ്യുന്നത്? സുറാഖ എന്ന് പുഞ്ചിരിച്ചു. ശേഷം നഷ്ടപ്പെട്ട 100 ഒട്ടകങ്ങളുടെ ഗജന ചിന്തകളോടെ മക്കയിലേക്ക് തിരിച്ചു. സുറാഖ! ഹേ സുറാഖ! താങ്കൾ എന്താണ് ചിന്തിച്ച് നിൽക്കുന്നത്? ആ കൈകൾ ഉയർത്തു. ഖലീഫയുടെ ശബ്ദം കേട്ടു സുറാഖ ഓർമ്മയുടെ ലോകത്തൊന്നും ഞെട്ടി ഉണർന്നു. സുറാഖ കൈകൾ ഉയർത്തി. ഖലീഫ അദ്ദേഹത്തിന്റെ കരങ്ങളിൽ സീസറിന്റെ വളകൾ അണിയിച്ചു. പ്രവാചകന്റെ വാഗ്ദാനം സത്യമായി പുലർന്നു. കൂട്ടുകാരെ, എങ്ങനെയുണ്ട് എന്റെ കഥ? അടിപൊളിയല്ലേ? എനിക്ക് കഥ കിട്ടിയ കിതാബിന്റെ പേര് സീർ അഅ്ലാമുൻ നുബല എന്നാണ് കേട്ടോ.
അള്ളാഹു നമുക്കും അവന്റെയും അവന്റെ റസൂലിന്റെയും വാക്കോലിലും വാഗ്ദാനങ്ങളിലും വിശ്വസിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറട്ടെ. ആമീൻ. മാഷാ അല്ലാ. ചെസ് നമ്പർ 170.